സോ ജയകൃഷ്ണ എങ്ങനെയുണ്ടായിരുന്നു പാടിയിട്ട് ഫസ്റ്റ് ടൈം? ഒന്നും പറയാൻ അറിയില്ല അല്ലേ? എന്തായാലും കുഴപ്പമൊന്നുണ്ടായിരുന്നു. ദാസേട്ടൻ പാടിയ പാട്ടാണ്. ആരും മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു? ചെറിയ അമൽദേവ് സാർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ജഡ്ജസിന് എന്താണ് ജയന്റെ പാട്ടിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിക്കാം. ശ്രീയേട്ടാ? ജയകൃഷ്ണൻ നന്നായിരുന്നു. ജയകൃഷ്ണൻ പാട്ട് നന്നായിട്ട് പാടി. പക്ഷേ ഇത് ദാസേട്ടൻ പാടിയ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. കാരണം വികാരം വേണം മനുഷ്യന്. ഈ ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുമാതിരി ഞെക്കി പിടിച്ച് പാടുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതായത് അതുപോലെ ഈ കൈയിട്ടുള്ള ഇത് പൂർണ്ണമായിട്ട് ജയകൃഷ്ണൻ ഈ പാട്ട് തീരുന്നവരെ കണ്ണടച്ചിരിക്കായിരുന്നു. ഏതെങ്കിലും ഒരു ലൈൻ പാടിക്കേ. നീരവഭാവം മരതകമണിയും സൗപർണികാതീരഭൂവിൽ. എപ്പോഴും കൈ വേണോ? അതൊരു പ്രശ്നമാവും ഫ്യൂച്ചറിൽ. കാരണം പാടുമ്പോഴത്തേക്ക് നാനനെ നാനെ താനേ നാനെ താ. അപ്പോ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈ ആരെങ്കിലും ഒന്ന് താഴ്ത്തി വെച്ച് പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയകൃഷ്ണന് പാടാനേ പറ്റത്തില്ല. എനിക്ക് പിന്നെ സോറി ടു സേ ദാറ്റ്. കാരണം നന്നായിട്ട് പാടി, പക്ഷെ ഇത്രയും എക്സ്പ്രഷൻ കൊടുത്ത് ഇത്രയും ഫീല് കൊടുത്തിട്ട് ശബ്ദം ഒതുക്കി കഴിഞ്ഞാൽ ആ പാട്ടിന്റെ ഒരു പൂർണ്ണ ഭാവം ഉണ്ടല്ലോ. ദേവദുന്ദുഭി സാന്ദ്രലയം നാനീനാനീനാനലയം അത്ര ക്ലാരിറ്റി കൊണ്ടുവരണം, എന്നാലേ നിൽക്കത്തുള്ളൂ. ജയകൃഷ്ണൻ അങ്ങ് ഭയങ്കരമായിട്ട് ഒതുക്കളഞ്ഞു. അപ്പം ഇൻ ഫ്യൂച്ചർ ശ്രദ്ധിക്കുക. കാരണം ഒന്നുകൂടെ ഓപ്പൺ ആയിട്ട് പാടാൻ. ഓൾ ദ ബെസ്റ്റ്. ഇനി അടുത്ത റൗണ്ട്സിൽ ശ്രദ്ധിക്കുക. 23 ശരത് സർ. ജയകൃഷ്ണൻ നന്നായിട്ട് പാടി കേട്ടോ. മോനെ, എനിക്ക് തോന്നിയത് റേഞ്ച് വളരെ കുറവാണ്. ചില സെൽഫോൺ പോലാണ് ഇപ്പോൾ റേഞ്ച് ഇല്ല. അത് ശരിയാക്കണം കേട്ടോ. ലോയും പാടാൻ കഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ ഹൈയും. ഇനി അത് കുറച്ചും കൂടെ മേലിൽ കയറിയ പൊട്ടും എന്നൊരു ലെവലാണ്. അപ്പം അങ്ങനെ വരരുത് കേട്ടോ. നമുക്ക് ഒരു പാട്ട് എല്ലാം കേൾക്കുന്ന വിധത്തിൽ പാടാനുള്ള, എല്ലാം ഈസി ആയിട്ട് കേൾക്കുന്ന വിധത്തിൽ പാടാൻ പറ്റുന്ന ഒരു ലെവലായിരിക്കണം നമ്മൾ. അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പോൾ ഒന്നാണെങ്കിൽ ഒന്നിൻ്റെ മധ്യമം വരെ, ഒന്നിൻ്റെ പഞ്ചമം വരെ കേട്ടോ മോനെ. അത് ശരിയായിക്കണം. നമ്മൾ പാടിപ്പാടിയേ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അത് ശ്രുതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ റേഞ്ച് കൂട്ടാനുള്ള പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. മാക്സിമം ഈ അടപ്പൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. നമുക്കൊക്കെ ഒരു ശബ്ദമുണ്ട് മോനെ, അതൊന്നും വലുതായിട്ട് പറ്റത്തില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പറ്റും പ്രാക്ടീസിലൂടെ. അത് ചെയ്യണം ജയകൃഷ്ണൻ കേട്ടോ. ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക് മോനെ. ഓൾ ദി ബെസ്റ്റ്. 23 out of 30. ചിത്ര ചേച്ചി? ജയകൃഷ്ണൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ പാടിയത്. നല്ലൊരു ഭാവമായിട്ട് പാടാൻ ജയകൃഷ്ണൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞ മാതിരി ഒരിക്കലും ഇപ്പോൾ ദാസേട്ടനായിട്ട് നമുക്ക് ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടെ പാടുമ്പോൾ കുറച്ചുകൂടെ ഒരു വെയിറ്റ് കൊടുത്ത് പാടാൻ നോക്കും. പിന്നെ എനിക്ക് ഏറ്റവും ജയേഷിന് പ്രോബ്ലമായിട്ട് തോന്നുന്നത് റേഞ്ച് തീരെ. ഇപ്പം ശരത്ത് പറഞ്ഞ മാതിരി താഴെയും വലുതായിട്ട് പോകുന്നില്ല, മേലെയും അതുപോലെ അത്ര ഫ്രീ ആയിട്ട് പോകുന്നില്ല. റേഞ്ച് ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് ഇത്രയേ ഉള്ളൂ, സാധാരണ ഇങ്ങനെയാണോ? അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്ന പറയാമോ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ജയകൃഷ്ണന് പാട്ടുകൾ സെലക്ട് ചെയ്യാൻ റെസ്ട്രിക്ഷൻ വരും. ഇപ്പോൾ ഒരു ചലഞ്ച് റൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഒരു എക്സൽ ചെയ്ത് എന്തെങ്കിലും പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് സോങ് സെലക്ഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. അപ്പം അങ്ങനെ അതുകൊണ്ട് ഒക്ടേവ്സ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. കുറച്ചുകൂടെ റേഞ്ച് കൂട്ടി സ്ഥായി വരിശകൾ അങ്ങനത്തെ ഒക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യൂ. കുറച്ചുകൂടെ ഒന്ന് പിന്നെ ശബ്ദം ഒന്ന് ഇങ്ങനെയാണോ? ബേസിക് വോയിസ് ഇങ്ങനെയാണോ? ചെറിയൊരു അടപ്പുണ്ടോ ശബ്ദത്തിന്? അടപ്പുണ്ട്. പക്ഷെ ബാക്കിയൊന്നും കുഴപ്പമില്ല. റേഞ്ചാണ് ഇപ്പം മോന് പ്രശ്നമായിട്ടുള്ളത്. ജേഷൻ അതൊന്നും കൂടുതൽ ശ്രദ്ധിക്കും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഞാൻ 24 marks. 24 out of 30. And finally, number celebrity guest, Shweta. Hi, Jayakrishan. ഇതിന് മുമ്പേ പെർഫോം ചെയ്തിട്ടുണ്ടോ സ്റ്റേജിൽ? ഉണ്ടല്ലേ. പക്ഷെ ഭയങ്കര നെർവസ് ആയി തോന്നി. ഫുൾ പാട്ട് MG സർ പറഞ്ഞ പോലെ കണ്ണടച്ചിട്ടാണ് പാടിയത്. ഭയങ്കര നെർവസ് ഉണ്ടായിരുന്നോ? തുടക്കത്തിലുണ്ടായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു റേഞ്ചിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാ റേഞ്ച് പെർഫെക്റ്റ് ഉണ്ടായിരുന്നു.
So from my side to you, 7. 7 out of 10. Thank you. Total marks 23 plus 23 plus 24 plus 7, 77. 77 marks ആണ്. Okay, Jay, happy ആണോ 77? Thank you so much. Best of luck. Performance round അല്ലേ അടുത്തത്? വന്നിട്ട് കംഫർട്ടബിളി അടിച്ചു പൊളിച്ച് പാടും കേട്ടോ. Thank you, Jay. ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ആദ്യം എഴുതി കഴിഞ്ഞതേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്, കുറച്ച് നെർവസ് ആയിരുന്നു. പിന്നെ ബഹുമാനപ്പെട്ട ജഡ്ജസ്